ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇർഫൂസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി പാവയ്ക്ക ചെമ്മീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ റെസിപ്പി. ഊണിനൊപ്പം അടിപൊളി കോമ്പിനേഷനാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു ഇടത്തരം പാവയ്ക്കയും ഒരു പാളം ചുവന്നുള്ളി, അതിനൊപ്പം ഒരു കുഞ്ഞു സവാള, ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഒന്നങ്ങ് അരിഞ്ഞ് നന്നാക്കി എടുക്കാട്ടോ. പാവയ്ക്ക അരിയുമ്പോൾ ഒരു സ്വല്പം കനത്തി തന്നെ ആയിക്കോട്ടെ. ആദ്യമേ തന്നെ പാവയ്ക്ക അരിഞ്ഞത് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി നമുക്കൊന്നങ്ങ് മാറ്റി വെക്കാട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ചെറിയ ഉള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്നങ്ങ് അരിഞ്ഞെടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിയണം. പിന്നെ അതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് മാറ്റി വെക്കാട്ടോ. പച്ച ചെമ്മീനായാലും ഉണക്ക ചെമ്മീനായാലും കുഴപ്പമില്ല കേട്ടോ. ഉണക്ക ചെമ്മീൻ എടുക്കുവാണെങ്കിൽ ഒന്നങ്ങ് വറുത്തിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്താം. ഇനി നമുക്ക് പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണയൊഴിച്ച് പാവയ്ക്ക ഒന്നങ്ങ് പൊരിച്ചെടുക്കാട്ടോ. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാനിവിടെ പാവയ്ക്കയെല്ലാം പൊരിച്ചെടുത്തു. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ആദ്യമേ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചെറിയ ഉള്ളിയും ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കാട്ടോ. അതൊക്കെ നന്നായി വാടി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടോ. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യമേ തന്നെ ചേർത്ത് വഴറ്റേണ്ടതായിരുന്നു. ഞാനിവിടെ മറന്നു പോയോണ്ടാണ് കേട്ടോ ഇപ്പം ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി പച്ചമണം മാറുന്ന വരെ നല്ലതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ശേഷം നമ്മൾ ആദ്യമേ വെള്ളത്തിലിട്ട് വച്ചിട്ടുള്ള പുളിയില്ലേ, അതൊന്ന് പിഴിഞ്ഞ് ആ വെള്ളം ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമാക്കി തിളച്ച് വരുമ്പോൾ നമുക്ക് ആദ്യമേ പാവയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. പാവയ്ക്കയും പൊടികളും വെള്ളവും എല്ലാം കൂടെ ഒന്നങ്ങ് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിനി ചെമ്മീനോട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ പച്ച ചെമ്മീനാണ് കേട്ടോ ചേർക്കണേ. ഇനി ഉണക്ക ചെമ്മീനായാലും നല്ല അടിപൊളി തന്നെയാണ്. അത് ചെറുതായി ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രം. ഉണക്ക ചെമ്മീനാകുമ്പോൾ കറി വാങ്ങുന്നതിന് തൊട്ട് മുൻപ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ചെമ്മീനും പാവയ്ക്കയും ഒക്കെ ഒന്നങ്ങ് തിളച്ച് വന്നപ്പോൾ ഒരു 6 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. കറി നല്ല കുറുകി വന്നിട്ടുണ്ടാവും. ഇനി കുറുക്കം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നങ്ങ് ലൂസാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ കേട്ടോ. ഇനി ലാസ്റ്റ് ഇതൊന്നങ്ങ് താളിച്ചോടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി, കറിവേപ്പിലയും ചുമന്ന മുളകും, ഇത് 3 മാത്രം ഒന്ന് എണ്ണയിൽ മൂപ്പിച്ച് അതോടെ ചേർത്ത് കൊടുത്ത് കറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും ചോറിനൊപ്പം ഒന്നങ്ങ് തയ്യാറാക്കി നോക്കണേ. വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.